കേരള, ദി ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ. ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് തുടങ്ങിയത്. അതിൽ വ്യത്യസ്ത വെജിറ്റബിൾസ്, ഗ്രോസറീസ് ആൻഡ് ഫ്ലവേഴ്സ്, ഇത് എവിടെ നിന്ന് വരുന്നു, ഏതൊക്കെയാണ് ഇതിന്റെ പേരുകൾ, ഇവ ഡിസ്കസ് ചെയ്തു. അടുത്തത് പറഞ്ഞത് എസെൻഷ്യൽ ഫാക്ടേഴ്സ് ആണ്. റിക്വയർഡ് ഫോർ എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദ കൾട്ടിവേഷൻ. ഏതൊക്കെയാണ് വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, മാൻ പവർ. അടുത്തത് മേജർ സോയിൽ ടൈപ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് water. Annual rainfall in Kerala 300 centimeters, 44 rivers. As rainfall is sufficient, irrigation is not necessary. Tamil Nadu rainfall 95.9, 14 rivers. As rainfall is scanty, irrigation is essential. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ്, the physiographic diversity and agriculture in Kerala. ഫിസിയോഗ്രാഫിക് ഡൈവേഴ്സിറ്റി മീൻസ് കേരളത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യം ആൻഡ് അഗ്രികൾച്ചർ ഇൻ കേരള, കേരളത്തിലെ കൃഷി. ഈ രണ്ട് കാര്യങ്ങളാണ്, ഫിസിയോഗ്രാഫിയെ കുറിച്ചും അഗ്രികൾച്ചറിനെ കുറിച്ചുമാണ് ഇനിയും പഠിക്കാനായിട്ട് പോകുന്നത്. കേരള ഫിസിയോഗ്രഫി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3. നമുക്ക് ചിത്രത്തിൽ കാണാം. ഒബ്സർവ് ദ പിക്ചർ. കേരള ഫിസിയോഗ്രഫി can be classified into 3: lowland, midland and highland. Lowland represent yellow color, midland represents green color and highland represent maroon color. ഇതിന്റെ ഹൈറ്റ് ആ ചെറിയ കോളത്തിൽ പറയുന്നുണ്ട്, നോക്കൂ. Lowland below 7.5 meter, below 7.5 meter up to the sea level. Sea level സമുദ്രനിരപ്പിൽ നിന്ന് 7.5 meter വരെ ഉള്ളതാണ് lowland. Midland 7.5 to 75 meter, 7.5 to 75 meter ആണ് midland. And highland above 75 meter, above 75 meter, ഏറ്റവും മുകളിലുള്ളതാണ് highland. This picture represents highland. നിങ്ങൾക്ക് ഹൈലാൻഡിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഈ ഒരു പടത്തിൽ തന്നെ പിടികിട്ടി കാണും. highland. Rain, mist and cool weather prevail in our eastern highland. നമ്മുടെ കേരളത്തിന്റെ ഈസ്റ്റേൺ ഹൈലാൻഡ്, കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഹൈലാൻഡിൽ എന്തൊക്കെയുണ്ട്? റെയിൻ, മഴയുണ്ട്. മിസ്റ്റ് ആൻഡ് കൂൾ, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. മിസ്റ്റ് മീൻസ് മഞ്ഞുണ്ട്, തണുപ്പ്. റെയിൻ, മിസ്റ്റ് ആൻഡ് കൂൾ, മഴ, മഞ്ഞ്, തണുപ്പ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. This region is part of the Sahyadri ranges lying well above the sea level. Well above the sea level, സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തില് സഹ്യാദ്രി റേഞ്ച്, സഹ്യപർവ്വത നിരയുടെ ഒരു ഭാഗം ഇവിടെ സ്ഥിതി ചെയ്യുന്നു, ഹൈലാൻഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. The following are the geographical factors required for the cultivation of these crops. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ. ഫസ്റ്റ്, ടെമ്പറേച്ചർ ബിലോ 30 degrees Celsius. ടെമ്പറേച്ചർ ബിലോ 30 degrees Celsius, വളരെ കുറഞ്ഞ താപനിലയാണ്. ചൂട് വളരെ കുറവാണ് എന്നാണ് അർത്ഥം. 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ മാത്രമാണ് ചൂട്, നിങ്ങൾ കൂടുതൽ തണുത്ത കാലാവസ്ഥ. സെക്കൻഡ് വൺ, അബണ്ടന്റ് റെയിൻഫോൾ. റെയിൻഫോൾ മീൻസ് മഴ. അബണ്ടന്റ്, ധാരാളമായി ലഭിക്കുന്ന, എക്സ്റ്റൻസീവ്, ധാരാളമായി ലഭിക്കുന്ന മഴ.
ആൻഡ് വെൽ ഡ്രെയിൻ സോയിൽ. വെൽ ഡ്രെയിൻ സോയിൽ, നീർവാർച്ചയുള്ള മണ്ണ്, മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ മണ്ണ് വളരെ ഡ്രെയിൻ സോയിലാണ്, നീർവാർച്ചയുള്ള നനവുള്ള മണ്ണാണ്. വെൽ ഡ്രെയിൻ സോയിൽ. These are the geographical factors of highland. Temperature below 30 degrees Celsius, abundant rainfall, well drained soil. Next, crops: coffee, cardamom, tea, pepper, rubber, ginger. ഇവിടുത്തെ വിളകളാണ് കോഫി, കടമോം, ടീ, പെപ്പർ, റബ്ബർ, ജിഞ്ചർ. അതിന്റെ ചിത്രങ്ങളാണ്. ഏതൊക്കെയാണെന്ന് ഹൈലാൻഡിലെ ക്രോപ്സ്. Why can these crops be cultivated in the highland? എന്തുകൊണ്ടാണ് ഈ വിളകൾ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്? Why can these crops be cultivated in the highland? Comparatively cold region. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥലം കുറച്ച് കോൾഡ് ആണ്, തണുപ്പുള്ള പ്രദേശമാണ്. The temperature will be low in those places. ടെമ്പറേച്ചർ കുറവാണ്. So it is suitable for the cultivation of garden crops. അതുകൊണ്ട് തന്നെ ഇവിടെ തോട്ടവിളകൾക്ക് വളരെ അനുയോജ്യമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് തേയില, കാപ്പി, ഏലം, ഇഞ്ചി, കുരുമുളക് ഒക്കെ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഗാർഡൻ ക്രോപ്സിന് ഉദാഹരണ എക്സാമ്പിൾസ് ആണ് ഈ കോഫി, ജിഞ്ചർ, കടമോ, ഇതെല്ലാം. നെക്സ്റ്റ്, ജോൺ ജോസഫ് മർഫി, ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. ദിസ് ഐറിഷ് മാൻ, അയർലൻഡുകാരനാണ്, അയർലൻഡ് സ്വദേശി, കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇതാണ് ഇവിടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ ജോസഫ് മർഫി. ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. Along with some friends, he started cultivating rubber on the banks of the Periyar near Alva in 1902. അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം എവിടേക്ക് വന്നു? പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് 1902 റബ്ബർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. Later he began cultivating rubber on a commercial scale at Iyandiyar near Mundakayam in Kottayam district. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങി. കൊമേഴ്ഷ്യൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് വിൽപ്പനയ്ക്കായിട്ട്. മിസ്റ്റർ മർഫി വാസ് നോട്ട് മിയർലി എ പ്ലാന്റർ. അദ്ദേഹം ഒരു തൊഴിലാളി മാത്രമായിരുന്നില്ല, ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല. Apart from arranging pensionary benefits for the laborers, ലേബേഴ്സിന് വേണ്ടിയിട്ട്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ, he built places of worship ആരാധനാലയങ്ങൾ, and school for the villages, ഗ്രാമീണർക്ക് സ്കൂളുകൾ, ഇവയൊക്കെ പണിതു കൊടുക്കാൻ മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു ജോൺ ജോസഫ് മർഫി. നമ്മൾ പഠിക്കേണ്ട ഒറ്റ പോയിന്റ് ആണ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ജോൺ ജോസഫ് മർഫി, ആ ഒറ്റ പോയിന്റ് പഠിക്കാം. ജോൺ ജോസഫ് മർഫി, ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. നെക്സ്റ്റ്, മിഡ്ലാൻഡിലേക്ക് കിടക്കുന്നു. എന്താണ് മിഡ്ലാൻഡിന്റെ പ്രത്യേകത? അവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? റബ്ബർ, കോഫി, പിന്നെന്താണ് ഇവിടെ ഉണ്ട്. ആ ചിത്രം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഏതാന്ന്? നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. എന്താണ് മിഡ്ലാൻഡ്? ആ മിഡ് മീൻസ് നമുക്കറിയാം, ഇടയിലുള്ളതോ, ഏതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് മിഡ്ലാൻഡ്. ഉണ്ടോ? ഒരു ഈ പടം കൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും മിഡ്ലാൻഡിനെ കുറിച്ച്. മിഡ്ലാൻഡ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ ലോലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ്. ലോലാൻഡിന്റെയും ഹൈലാൻഡിന്റെയും ഇടയിലുള്ള പ്രദേശമാണ് മിഡ്ലാൻഡ്. ലോലാൻഡ് ആൻഡ് ഹൈലാൻഡ്, തീരപ്രദേശത്തിന്റെയും മലനാടിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഈ മിഡ്ലാൻഡ്. This region in Kerala
is characterized with the most diverse crop. ഇവിടെയാണ് ഏറ്റവും അധികം ഡൈവേഴ്സ് ക്രോപ്സ്, വിളവൈവിധ്യങ്ങളുള്ളത്. നമ്മളുടെ പ്രദേശം, നമ്മളൊക്കെ താമസിക്കുന്ന ഇവിടെയാണ്, ഇവിടെ ഈ മിഡ്ലാൻഡിലാണ് കേട്ടോ. ക്രോപ്പ് ഡൈവേഴ്സ് ക്രോപ്സ് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. സെറിയൽസ്, ധാന്യങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളുണ്ട്. വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടുത്തെ വിളകൾ നോക്കൂ, ഇനി വിശദമായിട്ടുണ്ട്. പാടി, കോക്കനട്ട്, റബ്ബർ, ടപ്പിയോക്ക, അറക്കാനട്ട്, ഷുഗർ കെയിൻ, സ്വീറ്റ് പൊട്ടറ്റോ. പാടി, കോക്കനട്ട്, റബ്ബർ, ടപ്പിയോക്ക, അറക്കാനട്ട്, ഷുഗർ കെയിൻ, സ്വീറ്റ് പൊട്ടറ്റോ. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട വേറെ മറ്റു പ്രത്യേകത, അബണ്ടന്റ് റെയിൻഫോൾ. ധാരാളമായി ഇവിടെ മഴ ലഭിക്കുന്നു. അബണ്ടന്റ് റെയിൻഫോൾ, ധാരാളമായി ലഭിക്കുന്ന മഴ. മോഡറേറ്റ്ലി thick layers of alluvial soil in the river basin. ഈ മേഖലയിലെ thick layers എന്ന് പറഞ്ഞാൽ കനത്ത ആവരണം, കട്ടി കൂടിയ ആവരണം. alluvial soil in the river basin. നദീതീരങ്ങളിലെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം എന്നാണ് ഇവിടെ പറയുന്നത്. and laterite soil along the hilly track. കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ് are the favorable geographical factors for the crop diversity in the Midland region. മിഡ്ലാൻഡിലെ വിളകൾ ധാരാളമായി ലഭിക്കാനുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന് അബണ്ടന്റ് റെയിൻഫോൾ, ഇഷ്ടം പോലെ മഴ, ധാരാളമായി ലഭിക്കുന്ന മഴ. രണ്ട്, thick layers of laterite soil along the hilly track. ഈ മേഖലയിലെ ചെറുപ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും അതോടൊപ്പം തന്നെ നദീതീരങ്ങളിലെ എക്കൽ മണ്ണിന്റെയും ആവരണം ഏറ്റവും വിളവെടുക്കാനായിട്ടുള്ള കാരണം. മൈക്കോഫിയാണോ? അല്ലെങ്കിൽ എബിൻ വർഗീസ്, നിരഞ്ജൻ, ഷാരൂഖ് അവരൊക്കെ മൈക്ക് ഓൺ ചെയ്തിട്ടേക്കാണ്. എന്തിനാണ് നമുക്ക് മൈക്ക് ഓഫ് ചെയ്യാം? This region is suitable for the cultivation of rubber. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. Which is chief commercial crops of Kerala. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിളയാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ് റബ്ബർ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മിഡ്ലാൻഡ്. The extensive cultivation of rubber in this region began in the first quarter of the 20th century. 20ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ക്വാർട്ടറിലാണ്, ആദ്യഭാഗത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ കൃഷി ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്. Till then, the region was largely devoted to the cultivation of rubber like tapioca, yam, elephant foot yam and vegetables. എന്നാൽ അതുവരെ ഇവിടെ കൃഷി ഉണ്ടായിരുന്നത് മരച്ചീനി, അതോടൊപ്പം തന്നെ കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗം, അതോടൊപ്പം തന്നെ പച്ചക്കറികളൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. പ്ലാന്റെയിൻ കൾട്ടിവേഷൻ വാസ് ഓൾസോ പ്രൊമിനന്റ്. അതോടൊപ്പം തന്നെ പ്ലാന്റെയിൻ, ഏത്തവാഴ കൃഷി ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് എന്നാൽ ദ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഇൻ ദ മിഡ്ലാൻഡ് ഈസ് ഫാസ്റ്റ് ഗിവിംഗ് വേ ടു ദ റബ്ബർ. ഈ വിളവൈവിധ്യങ്ങളെല്ലാം കൂടെ റബ്ബർ കൃഷിയിലേക്ക് വഴിമാറുകയാണ്. ഇപ്പൊ ഒരേ ഒരു വിള മാത്രമേ ഉള്ളൂ, എന്തേ ഉള്ളൂ? റബ്ബർ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ വീടിന്റെ ചുറ്റുമൊക്കെ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ മരങ്ങൾ എവിടെ ഏതാണ്? റബ്ബറാണ്. വൺസ് പ്ലാന്റഡ് ദ റബ്ബർ ക്രോപ്പ് ഹാസ് ദ മെറിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് ഈൽഡ്. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ഈൽഡ് ആണ്. അത് നശിച്ചു പോകുന്നത് വരെ എന്ത് ചെയ്യാം? വിളവെടുക്കാൻ പറ്റുമെന്നാണ് റബ്ബറിന്റെ പ്രത്യേകത. നമുക്കറിയാം, നിങ്ങൾക്ക് തെങ്ങുണ്ട്, തെങ്ങിൽ നിന്ന് തേങ്ങ ഇട്ടാൽ, ഒരാൾ തേങ്ങ ഇട്ടു, പിറ്റേ ദിവസം തേങ്ങ ഇടാൻ പറ്റുമോ? അല്ല, ഒരു വാഴക്കൊലയിൽ നിന്ന് വാഴ വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വാഴ കിട്ടുമോ? ഇല്ല. പക്ഷേ റബ്ബർ നമ്മൾ വെട്ടി പാലെടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും വെട്ടാം, അതിൻ്റെ അടുത്ത ദിവസവും വെട്ടാം, അല്ലേ? എല്ലാ ദിവസവും എന്ത് വെട്ടാൻ പറ്റും? റബ്ബർ വെട്ടാൻ പറ്റും. അതുകൊണ്ടാണ് ആളുകൾ എന്തിലേക്ക് തിരിഞ്ഞത്? റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. Once planted, the rubber crop has the
മെറിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് yield. ദീർഘകാലം വിളവെടുപ്പ് തുടങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. Farmers are turning to rubber cultivation instead of traditional crops. What could be the reason? എന്തുകൊണ്ടായിരിക്കാം കർഷകർ ഈ റബ്ബറിലേക്ക് തിരിഞ്ഞത്? പരമ്പരാഗത വിളകളെ വിട്ട് റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? The cost of cultivation has more than doubled. ഉൽപാദന ചെലവ് വളരെ കൂടുതലാണ്. കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ, ഒരു സാധനം ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് കൂടുതലാണ്. Yield has only fallen once planted. The rubber crop has the merit of long lasting yield. അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി ചെയ്താൽ അത് നശിച്ചു പോകുന്നത് വരെ അത് ലോങ് ലാസ്റ്റിംഗ് yield ആണ്. ദീർഘകാലം നിലനിൽക്കുന്ന വിളയാണ് റബ്ബർ. Next one, lowland. Lowland up to 7.5 meter above the sea level. 7.5 meter below the sea level. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശം 7.5 മീറ്റർ വരെ. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഏത്? ലോലാൻഡ്. ക്രോപ്സ് നോക്കൂ. ദ ലോലാൻഡ് ലൈസ് ക്ലോസ് ടു സീ ലെവൽ. സമുദ്രത്തോട് നീണ്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. കോക്കനട്ട്, പാടി, പ്ലാന്റെയിൻ, ഷുഗർ കെയിൻ, അറക്കാനട്ട്. അറക്കാനട്ട് എന്താണെന്നറിയോ? അറക്കാനട്ട് ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ കവുങ്ങാണേ. കമുകില്ലേ? അടയ്ക്ക കിട്ടുന്ന കമുക്. കമുക് കണ്ടിട്ടുണ്ടോ? The deposits of alluvial soil in lowland are ideal for paddy cultivation and saline alluvial soil along the coastal stretches for coconut tree. ഇവിടെ പറയുന്നത് എന്താ നോക്കേ? The deposit means നിക്ഷേപം of alluvial soil in the lowland. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം, അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ് നിക്ഷേപം ഫോർ ഐഡിയൽ ഫോർ പാഡി കൾട്ടിവേഷൻ. നെൽകൃഷിക്ക് വളരെ അനുയോജ്യമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ത്? അലൂവിയൽ സോയിൽ. ആൻഡ് സാലൈൻ അലൂവിയൽ. സാലൈൻ അലൂവിയൽ എന്ന് പറഞ്ഞാൽ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. സാലൈൻ ഉപ്പുരസം ഉള്ള എക്കൽ മണ്ണ് along the coastal stretches for coconut tree. തെങ്ങ് കൃഷിക്കും വളരെ അനുകൂലമാണ്. സമുദ്രത്തിലെ വെള്ളത്തിന് ഉപ്പ് രസമുണ്ട്. അതുകൊണ്ടാണ് സമുദ്രതീരത്ത് ഇപ്പം തെങ്ങല്ലേ ഈ സമുദ്രതീരത്തൊക്കെ കടൽത്തീരത്തൊക്കെ കാണുന്ന തെങ്ങല്ലേ. അപ്പൊ അവിടെ മണ്ണിന് സാലൈൻ സോയിലാണ് എന്ന് പറഞ്ഞാൽ ഉപ്പ് രസമുള്ള മണ്ണാണ്. നമ്മുടെ നാട്ടിൽ ഉപ്പുണ്ടോ? ഇല്ല. നമ്മുടെ പ്രദേശത്തെ തെങ്ങിന് ഉപ്പ് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഉപ്പ് ഇടയ്ക്ക് തെങ്ങിന് ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ തെങ്ങൊക്കെ വീട്ടിലുള്ളവരുടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് ഈ തെങ്ങ് കൃഷിക്ക് എന്ത് വേണം? ഉപ്പ് നന്നായിട്ട് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? തെങ്ങ് കൃഷിക്ക് ഉപ്പിട്ട് കൊടുക്കുന്നു. അതിന് തെങ്ങിന്റെ വിളയെ പ്രോത്സാഹിപ്പിക്കുന്നു. തീരത്തൊക്കെ തെങ്ങുണ്ടാവുന്നത്. സമുദ്രത്തിന്റെ തീരത്ത് തെങ്ങ് അവിടെ ഓൾറെഡി ഉപ്പുരസം ഉണ്ട്, നിലവിലുണ്ട്. അപ്പം ധാരാളമായിട്ട് തെങ്ങ് അവിടെ ഉണ്ടാവും. Such regions, these crops were once widely cultivated, gradually got transformed into settlement. അപ്പൊ ഈ വിളകളൊക്കെ കൂടി കൃഷി ചെയ്യുന്ന പ്രദേശം ഇപ്പം എന്തായിട്ട് മാറിയിട്ടുണ്ട്? ട്രാൻസ്ഫോംഡ് ഇൻ ടു സെറ്റിൽമെന്റ്, ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറാനായിട്ട് തുടങ്ങി. എന്ന് പറഞ്ഞാൽ തീരപ്രദേശ മേഖല, ലോലാൻഡിന്റെ മേഖല, ആദ്യം ഒരുപാട് വിളകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മുഴുവൻ ആളുകൾ താമസിക്കാനായിട്ട്, വീട് വെക്കാനായിട്ട് മാറുകയാണ്. ദിസ് ലെഡ് ടു സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. ഇപ്പൊ എന്ത് കുറഞ്ഞു? അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിഭൂമി കുറഞ്ഞു. ആളുകൾ താമസിക്കാൻ തുടങ്ങിയപ്പം കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടായി. The hike in the price of seed.
വിത്തിന്റെ വിലവർദ്ധനവ്, ഫെർട്ടിലൈസേഴ്സ് വളം, ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ ഉൽപാദന ചെലവ്. മേഡ് അഗ്രികൾച്ചർ സാർ ഒന്നും കേൾക്കുന്നില്ല. സാറൊന്നും കേൾക്കുന്നില്ല. മൈക്ക് ഓഫ് ചെയ്യണം. കേൾക്കുന്നില്ലേ? കേൾക്കാമോ? ഓക്കെ, എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യണം. The price of seeds, fertilizers, and the cost of labor made agriculture less profitable. വിത്ത്, വളം, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ലേബർ ഉൽപാദന ചെലവ്, അതുകൊണ്ടൊക്കെ കൃഷി എന്ത് ചെയ്തു? ആദായകരമല്ലാതായി, നഷ്ടമായി തുടങ്ങി. Result, the farmers were forced to switch the other sector of employment. അതിന് ഫലമായിട്ട് കർഷകർ മറ്റു തൊഴിൽ തേടി പോകാനായിട്ട് തുടങ്ങി. കൃഷിയിൽ നിന്ന് ആളുകൾ മറ്റു മേഖലയിലേക്ക് ആളുകൾ പോയി. ഈ കാരണം കൊണ്ടാണ് കൃഷി കേരളത്തില് കുറഞ്ഞു വന്നത് കേട്ടോ. ഇത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് നോക്കാം. ഇത് എൻ്റെ ഒരു മാപ്പ്, സോറി, ഈ ടേബിൾ നോക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങളെ ഒന്നിച്ച് എൻ്റെ ചുരുക്കം. കേരള ഫിസിയോഗ്രഫി can be divided into 3: lowland, midland, highland. Height 0 to 70.5 meter, midland 7.5 to 75 meter, above 75 meter. Then crops. എന്തൊക്കെയാണ് crops? Lowlandil paddy, coconut, plantain, sugarcane. Midland rubber, pepper, cashew nut, coconut. Highland coffee, rubber, cardamom, tea. ഇതും അതുപോലെ തന്നെയുള്ള ഒന്നാണ്. ഇതിലെ ഹൈലാൻഡ് ഏരിയയെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. നോക്കൂ, ലാൻഡ് ഏരിയ. ഹൈലാൻഡ് 48%, മിഡ്ലാൻഡ് 42%, കോസ്റ്റൽ റീജിയൻ 10%. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഈ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഏതാണ്? ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഫിസിയോഗ്രാഫിക് പോർഷൻ ഏതാണ്? ഹൈലാൻഡ്, ലോലാൻഡ്, മിഡ്ലാൻഡ്? ഹൈലാൻഡ് 48%. ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും കോസ്റ്റ്, ഏറ്റവും കുറവ്, ഏറ്റവും കുറവ് കോസ്റ്റ് റീജിയൻ. മീൻസ് ലോലാൻഡ്. ഓക്കെ, അത് മാത്രം ഇതിനുള്ളിൽ നോക്കിയാൽ മതി. ഇനി ഈ ഒരു ഭാഗം ഇത് ഒന്നും കൂടെ സമ്മറിയാണ്, നമ്മൾ പഠിച്ചതിന്റെ പോർഷന്റെ സമ്മറി. ലോലാൻഡിന്റെ പ്രത്യേകത 0 to 7.5 മീറ്റർ. ക്രോപ്സ് കോക്കനട്ട്, പെപ്പർ, പ്ലാന്റൈൻ, പടി. നിങ്ങൾക്ക് ഇവിടെ വരുന്ന കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ വിളകളൊക്കെ എടുത്താൽ കുഴപ്പമില്ല. ക്ലൈമറ്റ്, ഇവിടുത്തെ കാലാവസ്ഥ എന്താണ്? ഹോട്ട് ക്ലൈമറ്റ് ആണ്. ഹോട്ട് മീൻസ് ചൂടുള്ള കാലാവസ്ഥ. ലാൻഡ് ഏരിയ 10%. മിഡ്ലാൻഡ് 7.5 to 75. ക്രോപ്സ് പാടി, കോക്കനട്ട്, പ്ലാന്റൈൻ, ടപ്പിയോക്ക. ക്ലൈമറ്റ് മോഡറേറ്റ്. മോഡറേറ്റ് മീൻസ് ഹോട്ട് ആൻഡ് കോൾഡ്. ഓക്കെ, ഹോട്ടും കോൾഡും ആണ്. ചൂടുണ്ട്, തണുപ്പുണ്ട്. ഇത് രണ്ടും കൂടുള്ള കാലാവസ്ഥയാണ് മോഡറേറ്റ്, മിതമായ കാലാവസ്ഥ എന്ന് പറയും. 42% ആണ് ലാൻഡ് ഏരിയ. ഹൈലാൻഡില് എബോവ് 75 മീറ്റർ. കാർഡമോം, ടീ, കോഫി, ജിഞ്ചർ. ഇവിടുത്തെ ക്ലൈമറ്റ് കോൾഡ് ആണ്.